ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഹലോ, ഹായ്, ഗുഡ് ഈവനിങ്. എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഓഡിബിൾ ആണോ? ആണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിലെങ്കിലും ഒന്ന് റിപ്ലൈ തരണേ, സൗണ്ട് ഓഡിബിൾ ആണെങ്കിൽ. ഹലോ. ഓക്കെ ഓക്കെ, താങ്ക് യു. പിന്നെ അതേപോലെ മാക്സിമം പറ്റുന്ന ആളുകൾ, എനിക്കറിയ ഒരു സമയം പല തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ, എന്നാലും പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോയിൽ വരികയാണെങ്കിൽ ഓൾറെഡി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പരിചയമുള്ളവരല്ലാത്തവരൊക്കെ ഉണ്ടാവും. പറ്റുന്നവരൊന്ന്. താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫസീല, താങ്ക് യു ഷബാനത്ത്. ഒന്ന് വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നവര്, കാരണം വീഡിയോയിൽ ഓൺ ചെയ്തിരിക്കുമ്പോഴായിരിക്കും നമുക്ക്, ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ഫോർ യു, ഇഫ് ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ഫോർ യു, ഒന്ന് വീഡിയോയിൽ വരാം. താങ്ക് യു സർ, താങ്ക് യു. അപ്പൊ അതേപോലെ വേറെ ആരാണ് നമുക്ക് ഇന്ന് നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്തിട്ടിരുന്ന കോൺഷ്യസ് പാരന്റിംഗ് വെബിനാറിലേക്ക് ജോയിൻ ആയിട്ടുള്ള എല്ലാവരെയും ഞാൻ ആദ്യം വെൽക്കം ചെയ്യാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നെ പരിചയമുള്ളവരും പരിചയമില്ലാത്തവരൊക്കെ ഉണ്ടാവില്ല ഇതിൽ, ഈ ഒരു സർക്കിളിൽ പരിചയമുള്ളവരില്ലാത്തവരൊക്കെ ഉണ്ടാവും. താങ്ക് യു ഷഹമാൻ ഫോർ കമ്മിങ് ഇൻ ദ വീഡിയോ. അതേപോലെ വേറെ ആരാണ് വീഡിയോയിൽ വരാൻ പറ്റുന്നവര്? വേറെ ആരാണ് വീഡിയോയിൽ വരാൻ പറ്റുന്നവരുള്ളത്? ഫസീല, അവിടെ കംഫർട്ട് ആണോ? ഐഫോൺ, താങ്ക് യു. ഐഫോൺ എന്ന് പറഞ്ഞ പേരിലാണ് കാണുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ, കാരണം എന്നെ പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് ന്യൂ നെയിംസ് ഞാൻ നമ്മുടെ പുതിയ ഗ്രൂപ്പിലും അതേപോലെ തന്നെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഗ്രൂപ്പിലൊക്കെ ഉള്ളവരെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, റസീന സിദ്ദിഖ്. ഒരു ടീച്ചറാണ് പ്രൊഫഷണലി, അതോടൊപ്പം തന്നെ ഒരു കോച്ചാണ്, ഇമോഷണൽ വെൽനസ് കോച്ച്. നമുക്കറിയാം, നമ്മളുടെ ഒക്കെ പലപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സംഗതി എന്ന് പറയുന്നത്, ആ നിയന്ത്രണത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്ന ഒരു സംഗതി പലപ്പോഴും നമ്മുടെ ഇമോഷനിലാണ്. ആ ഒരു ഇമോഷണൽ വെൽനസ് കോച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു നമ്മുടെ ഏഡിയൻ ടോക്സ് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. താങ്ക് യു സൈഫുത്ത. അപ്പൊ അതേപോലെ തന്നെ ഏഡിയൻ ടോക്സിൽ പിന്നെ എന്താ പറയാ, ഒരു പാരന്റിങ് കോച്ചായിട്ട് റീസെന്റ് കുറച്ചായിട്ടേ ഉള്ളൂ കേട്ടോ. ആ റീസെന്റ് പാരന്റിങ് കോച്ചായി ഇറങ്ങിയതിന് ശേഷമുള്ള ഫസ്റ്റ് വെബിനാർ ആണ്. അപ്പൊ ഇതിലേക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ട് നിങ്ങളൊക്കെ ജോയിൻ ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു ഡെസിഗ്നേഷൻ കൂടി ഇപ്പൊ ആഡ് ചെയ്തു. അതേപോലെ തന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അപ്പോഴാണ് ഇന്നർ ചൈൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് എത്രമാത്രം പാരന്റിങ്ങുമായിട്ട് കണക്റ്റഡ് ആണെന്ന്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു ഇതിലേക്കും കൂടെ പോയിട്ട്, അപ്പോൾ അത് പാരന്റ്സിന് നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുമ്പോൾ എത്രത്തോളം നമ്മളിലുള്ളതും കുട്ടികളിലുള്ളതും ഒരേ രീതിയിൽ ബാലൻസ് ചെയ്ത് പോകണം എന്നൊരു ഇന്റൻഷനോട് കൂടിയാണ് ആ ഒരു രണ്ട് കോഴ്സും ചെയ്ത് ആ ഡെസിഗ്നേഷൻ ആഡ് ചെയ്ത്. അപ്പൊ അത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കണം എന്ന് തോന്നി. കാരണം പാരന്റിങ് എന്ന് പറയുന്നത് പലർക്കും, ഞാൻ ഈ ഒരു ഇതിന് വേണ്ടിയുള്ള പോസ്റ്റർ അതേപോലെ തന്നെ വെബിനാറിന്റെ വീഡിയോ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റൈറ്റപ്പ് ഒക്കെ. ഇത് ഞാൻ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത സമയത്തെ മക്കളെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ ടൈറ്റിൽ ഓർമ്മയുണ്ടല്ലോ, വെബിനാറിന്റെ ടോപ്പിക് മക്കളെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ ഈ ഒരു പോസ്റ്റർ ഞാൻ ഷെയർ ചെയ്ത സമയത്ത് പലരും എനിക്ക് തന്നൊരു റിപ്ലൈ എന്താണെന്നറിയോ? മക്കളെ അല്ല മാം, ഞങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അല്ലെ മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ കൺട്രോളാണ് പോകുന്നത്, നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു ഫീഡ്ബാക്ക് ഒരുപാട് ആളുകൾ മക്കളുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും ഞാൻ ഓക്കെയാണ്, മക്കളുടെ കാര്യം വരുമ്പോൾ അല്ലെ, ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോൻ ഒരു പ്രാന്തനാന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. കാരണം കുട്ടികൾ ഇങ്ങനെ വളർന്നു വരുന്ന സ്റ്റേജിൽ എൻ്റെ മോൻ മാം പറയേണ്ട ഒരു പ്രാന്തനാന്നാ പറഞ്ഞത് ചില ആളുകളൊക്കെ. ഇപ്പൊ പല തരത്തിലുള്ള ഡിഫറെന്റ് ഫീഡ്ബാക്ക് ആണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം അതെന്താണെന്നറിയോ, നമ്മൾ ഒരു പാരന്റ് ആവുക എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു സ്റ്റേജ് വരെ, അതിപ്പോ ജെൻസ് ആയിക്കോട്ടെ ലേഡീസ് ആയിക്കോട്ടെ, ഒരു സ്റ്റേജ് വരെ നമ്മളിങ്ങനെ പഠിച്ച് സ്വന്തം വീട്ടിൽ നിന്ന് പിന്നെ കോളേജിലൊക്കെ പോയി പഠനമൊക്കെ നടത്തി ആ വീടിന്റെ ഉള്ളിലുള്ള അന്തരീക്ഷങ്ങളൊക്കെ ആസ്വദിച്ച് ആ അതിലിങ്ങനെ ആസ്വാദനം നടത്തി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമ്മൾ ആ റോളിൽ നിന്ന് ഒരു മകൾ അല്ലെങ്കിൽ ഒരു മകൻ എന്ന് പറയുന്ന റോളിൽ നിന്ന് മാറിയിട്ട് നമ്മൾ വേറൊരു റോളിലേക്ക്, പ്രത്യേകിച്ച് മാരേജ് ഒക്കെ കഴിയുന്ന സമയത്ത്, ലേഡീസിന്റെ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ചും, ഞാൻ ജെൻസിനെ തള്ളി പറയുന്നതല്ല കേട്ടോ, ലേഡീസിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും മാരേജ് കഴിഞ്ഞ് ആ മകൾ അല്ലെങ്കിൽ മകൻ എന്ന് പറയുന്ന റോള് മാറി ആ സറൗണ്ടിങ്സ് ആകെ വേറൊരു വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ആ സറൗണ്ടിങ്സ് ആകെ മാറി, ചുറ്റുപാടുകൾ മാറി. അതുവരെ ക്യാമ്പസിലൊക്കെ, ഇപ്പോഴത്തെ കാലത്തൊക്കെ മക്കളുടെ കാര്യം പറയണ്ട, ക്യാമ്പസിലൊക്കെ അടിച്ച് പൊളിച്ച് നടക്കുന്ന മക്കള്, ആ ലൈഫ് സിറ്റുവേഷൻ ആകെ മാറി
നമ്മൾ അല്ലെങ്കിൽ പറയാറുണ്ട്, ഒരു കല്യാണം കഴിയുമ്പോഴാണ് നമ്മൾ പറയാ ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ടുണ്ട്, പഴയ പോലെ കളിച്ചു വിളിച്ച് നടന്നാൽ പോരാ, ഇനി അതും അല്ലെങ്കിൽ മക്കളും കൂടി ആയാൽ തന്നെ പറയാൻ വേണ്ട അല്ലെ, നീ ഒരു ഉപ്പയായിട്ടുണ്ട്, ഒരു ഉമ്മയായിട്ടുണ്ട് എന്നുള്ളൊരു രീതിയിലേക്ക് നമുക്ക് അങ്ങോട്ട് ഒരു റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് തരുന്ന ഒരു പ്രായമാണത് അല്ലെ. ആ കൂട്ടത്തിൽ ഒരു കുട്ടിയും കൂടെ ആവുന്ന സമയത്ത് ആ എന്റെ ഉത്തരവാദിത്തം കൂടി അല്ലേ, എന്റെ ഉത്തരവാദിത്തം കൂടി, ഞാൻ ഒരു ഉപ്പയായിട്ട് അല്ലെങ്കിൽ ഒരു ഉമ്മയായിട്ടുണ്ട്, ഐ ആം ദ റെസ്പോൺസിബിൾ പേഴ്സൺ, ഐ ഹാവ് ദ റെസ്പോൺസിബിലിറ്റി, എനിക്ക് നല്ല ഉത്തരവാദിത്തമാണ്, ഈ കുട്ടിയെ നോക്കണം, ഈ കുട്ടിയുടെ ലൈഫ് സെറ്റിൽ ചെയ്യണം, ഈ കുട്ടി വഴിതെറ്റി പോകാൻ പാടില്ല, ഈ കുട്ടിയെ വളർത്തണം, ഈ കുട്ടിയെ പിന്നെ കംപ്ലീറ്റ് കൺസേൺ അങ്ങോട്ടാ അല്ലേ, ശരിയല്ലേ. അപ്പൊ അതിനിടയിൽ നമ്മൾ വളർന്നു വന്നൊരു സാഹചര്യം ഉണ്ടാവും, നമ്മുടെ സ്വപ്നങ്ങൾ ഉണ്ടാവും, നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവും, പിന്നീട് നമുക്ക് കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ഇതിലേക്ക് ആവുന്ന സമയത്ത്, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നൊരു ക്ലയന്റിന്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാല്, അവർക്ക് എന്താ പറയാ, കല്യാണം പെട്ടെന്നാണ്, നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്, പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് 2-3 കുട്ടികളൊക്കെ ആയ സമയത്ത് അവർക്ക് തന്നെ എന്താ പറയാ, ആകെ അവർക്ക് തന്നെ എന്താണ് ലൈഫ് എങ്ങനെയാ മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ആ ജീവിത സാഹചര്യങ്ങൾ കംപ്ലീറ്റ് മാറി, അവർ എൻജോയ് ചെയ്യുന്ന അവരുടെ സ്പേസ് പോയി, അത് നഷ്ടപ്പെട്ടു, പിന്നെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ആണ്, കുട്ടിയുടെ കൂടെ പോകുന്നു. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ്, കുട്ടികള് ആ അവിടെ നമുക്ക് പല തരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാവും, നമ്മുടെ നിലവിലുള്ള സ്വാതന്ത്ര്യം പോയ സ്ട്രെസ് ഉണ്ടാവും. ആ സമയത്ത് എല്ലാം കൂടെ കുട്ടികളുടെ ഭാഗത്ത്, കാരണം കുട്ടികൾ വളർന്നു വരുന്ന പ്രായം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം, നിങ്ങൾ പറഞ്ഞ പോലെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ നിയന്ത്രണം കിട്ടാത്ത, അല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി അവരുടെ പുറകെ പോകേണ്ട ഒരു സമയം തന്നെയാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ എത്രത്തോളം ഓക്കെ ആണെന്നുള്ളതും കൂടെ ഒരു ഘടകമാണ് അല്ലേ. അപ്പൊ നമുക്കൊക്കെ നമ്മുടെ മക്കൾ ഇപ്പൊ ആ പാരന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്റൻഷൻ എന്താണ്, എൻ്റെ കുട്ടി നന്നാവണം അല്ലേ, എൻ്റെ കുട്ടി നന്നാവണം, എൻ്റെ കുട്ടിയെ എനിക്ക് നന്നായിട്ട് മറ്റുള്ളവരെക്കാൾ നന്നായിട്ട് വളർത്തണം, അടിപൊളിയാവണം, എൻ്റെ കുട്ടി നാളെ സെറ്റിൽ ആവണം എന്നുള്ള ആഗ്രഹം. പക്ഷെ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഒരു ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള, വിജയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഹൈ പൊസിഷനിലുള്ള ഏതൊരു കുട്ടിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അല്ലെ, ഏതൊരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതിന് പിന്നിൽ ഒരു സ്മാർട്ട് പാരന്റ് ഉണ്ടാവും, ശരിയല്ലേ. ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കുട്ടീനെ നോക്കിക്കഴിഞ്ഞാലും അതിന് പിന്നിൽ ഒരു സ്മാർട്ട് പാരന്റ് തീർച്ചയായിട്ടും ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമുക്ക് APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ മദർ എന്ന് പറയുന്ന ഫിഗർ ഒരിക്കലും ആ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരുപാട് പഠിച്ച് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, നല്ല ഹൈ പൊസിഷനിലുള്ള ഡോക്ടേഴ്സിന്റെ മക്കൾ, എഞ്ചിനീയേഴ്സിന്റെ മക്കൾ, അങ്ങനെയൊന്നുമില്ല. ആ ഒരു സ്മാർട്ട്നെസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു എഡ്യൂക്കേഷനും ഇല്ലാത്ത പാരന്റ് ആയിരുന്നു APJ അബ്ദുൽ കലാമിന്റെ. അതേപോലെ എഡിസന്റെ അമ്മ. അപ്പൊ അവിടേക്കൊന്നും നമ്മൾ പോകണം. നമുക്ക് ഇന്നത്തെ തലമുറയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഏതൊരു സ്മാർട്ട്, അവിടെ എഡ്യൂക്കേഷൻ അല്ല, അമ്മയുടെ എഡ്യൂക്കേഷൻ അല്ല, അല്ലെ അച്ഛന്റെ എഡ്യൂക്കേഷൻ അല്ല, അവർക്ക് ജോലി ഉണ്ടോ എന്നുള്ളതല്ല. അപ്പൊ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സ്മാർട്ട്നെസ് ഒരു പാരന്റിന് ഉണ്ടാകുമ്പോഴാണ് ഒരു കുട്ടി എന്തായി മാറുന്നത്, സ്മാർട്ടായി മാറുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പാഠം നമ്പർ 1 എന്ന് പറയാം, ബി എ സ്മാർട്ട് പാരന്റ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. നമുക്ക് നമ്മുടേതായ ഒരുപാട് സ്ട്രെസ് കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മുടെ ഒരു സ്പേസ് തന്നെ ചിലപ്പോൾ കുട്ടി ഉണ്ടാകുമ്പോൾ നമ്മുടേതായ ഒരുപാട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന മക്കൾ എന്ന് പറഞ്ഞാൽ ഒരു 20, 21, 22 ഇയേഴ്സ്, 23 ഇയേഴ്സ്, 25 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് അതുവരെ വളരെ ഫ്രീഡം അനുഭവിച്ച് വരുന്ന കുട്ടികളാണ്. പെൺകുട്ടികളുടെ കാര്യമൊക്കെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, ആൺകുട്ടികളുടെ കാര്യം അങ്ങനെ തന്നെ. ഒരു 25 ഒക്കെ ആകുമ്പോഴത്തേക്ക് മാരേജ് കഴിഞ്ഞ് പിന്നെ ഒരു കുട്ടി കൂടെ ആവാന്ന് പറയുമ്പോൾ അവർ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു വരുന്നവരായിരിക്കും അവര്. പിന്നെ അവരുടെ ലോകം ഇങ്ങനെ ചുരുങ്ങി 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 ആ കുട്ടിയിലേക്ക് വരാണ്. അപ്പൊ അതിനിടയിൽ അവർ നെയ്ത് വെച്ച സ്വപ്നം കണ്ട ഒരു വലിയൊരു ലോകം ഉണ്ടാകും അല്ലേ. അപ്പോൾ പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് റോൾസ് നമ്മുടെ ലൈഫിൽ, ഡിഫറെന്റ് റോൾസ്. ഒരു പാരന്റ് എന്ന് പറഞ്ഞാല് ഒന്ന് പറഞ്ഞേ, ഒരു പാരന്റ് എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു പാരന്റ്? പാരന്റ് എന്നത് കൊണ്ട് ഒന്ന് ഞാൻ എന്താ പറയാ, അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യാം. ഒരു പാരന്റ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പാരന്റ് മീനിങ് അല്ലെങ്കിൽ പാരന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആരാണ് ഒരു പാരന്റ്? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാട്ടോ, ആരാണ് ഒരു പാരന്റ്? നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവില് എന്താണ് ഒരു 1 വേർഡ്? ടീച്ചറാണ്. പിന്നെ ഒരു പാരന്റ് എന്ന് പറഞ്ഞാല് പിന്നെ ആരാണ് ഒരു പാരന്റ്? സിമ്പിൾ ആയിട്ടൊന്നും വേണ്ട. നമ്മൾ കുട്ടികളുടെ സ്കൂളിലൊക്കെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് പാരന്റിന്റെ ഒപ്പ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ രക്ഷിതാവ് എന്ന് പറയും അല്ലേ. പാരന്റ് എന്ന് പറഞ്ഞ രക്ഷിതാവാണ്, കെയർ ഗിവർ ആണ്, ഗാർഡിയൻ ആണ്. പാരന്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് രക്ഷിതാവ് എന്ന് പറയാം അല്ലേ.
അപ്പൊ ആ രക്ഷിതാവിന്റെ റോള് നമ്മൾ എടുക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ വെറും ഒരു രക്ഷിതാവ് മാത്രാണോ? ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു രക്ഷിതാവ് മാത്രമല്ല. വീട്ടിൽ എൻ്റെ കുട്ടികളുടെ അടുത്തെത്തുമ്പോൾ യെസ്, കുട്ടിയുടെ ഫീലിങ്സ് അറിയണം, ഫ്രണ്ട് ആവണം. എൻ്റെ കുട്ടിയുടെ അടുത്തെത്തുമ്പോൾ ഞാനൊരു രക്ഷിതാവാണ്. എൻ്റെ സ്കൂളിൽ കുട്ടികളുടെ അടുത്തെത്തുമ്പോൾ ഞാനൊരു ടീച്ചറാണ്. ഞാൻ എൻ്റെ സഹോദരിമാരുടെ അടുത്തെത്തുമ്പോൾ ഞാൻ അവരുടെ ഒരു സഹോദരിയാണ്. ഞാൻ എൻ്റെ പാരൻസിന്റെ അടുത്തെത്തുമ്പോൾ ഞാനൊരു മകളാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ എത്തുമ്പോൾ ഞാൻ അവരെ പോലെ മറ്റൊരു ഫ്രണ്ടാണ്. ആ ഓരോ സർക്കിളിൽ എത്തുമ്പോഴും നമുക്കൊരു ഈസിനെസ് ഉണ്ട്. ആ ഡിഫറെന്റ് സർക്കിളിൽ, ആ ഫ്രണ്ട്സിന്റെ സർക്കിളിലൊക്കെ എത്തുമ്പോൾ നമ്മൾ വളരെ ജോയ്ഫുൾ ആണ്, വളരെ എന്താ പറയുക, ഫ്രീ ആണ്, കംഫർട്ട് ആണ്. അതേസമയം പാരന്റ് എന്ന് പറയുമ്പോൾ ഓക്കെ, റോൾ മോഡലൊക്കെയാണ്. പാരന്റ് എന്ന് പറയുമ്പോൾ, രക്ഷിതാവ് എന്ന് പറയുമ്പോൾ രക്ഷിക്കേണ്ട ആള്, സുരക്ഷ നൽകേണ്ട ആള്, റെസ്പോൺസിബിൾ ആയിരിക്കേണ്ട ആള്, മക്കളെ അനുസരിപ്പിക്കേണ്ട ആള് എന്ന് പറയുന്ന ആ പാരന്റൽ പൊസിഷനിലേക്ക് നമ്മൾ മാറുമ്പോൾ നേരത്തെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന, നമ്മുടെ തന്നെ പാരന്റ്സിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ഈസിനെസ് നമുക്ക് നഷ്ടപ്പെട്ടിട്ട് ബീങ് എ രക്ഷിതാവ്, ബീങ് എ പാരന്റ്, വി ബിക്കംസ് വെരി സീരിയസ്, റെസ്പോൺസിബിൾ. അല്ലേ? ആലോചിച്ചൊക്കെ ഈ നമ്മുടെ വീട്ടിലൊക്കെ വളരെ സ്വാതന്ത്ര്യത്തോടെ വളർന്നു വന്ന് ലേഡീസ് ഒക്കെ കല്യാണം കഴിഞ്ഞ് 1-2 മക്കളൊക്കെ ആകുമ്പോൾ പിന്നീട് അവര് റെസ്പോൺസിബിൾ ആവാം, ഉത്തരവാദിത്തമാവാം. ആ ഉത്തരവാദിത്തത്തിന്റെ ഇടയിൽ നമ്മൾ മക്കളെ നമുക്ക് പറയുകയും ചെയ്യും, ആരെങ്കിലും പറയുകയും ചെയ്യും, നിന്റെ വളർത്തു ദോഷം കൊണ്ടാണ് കുട്ടി മോശമായി പോയത് എന്ന് പലപ്പോഴും പാരന്റ്സ് കേൾക്കുന്ന ഒരു പഴിയാണ്. അല്ലെ? ആ റെസ്പോൺസിബിൾ ആയിട്ട്, അതുകൊണ്ട് ഇത് കേൾക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു പാരന്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ കുട്ടി വഴി തെറ്റാൻ പാടില്ല എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി എപ്പോഴും കുട്ടിയുടെ പുറകെ ഒരു CCTV പോലെ പോയിട്ട് ഐ ആം ഓക്കെ എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ, പാരന്റൽ സ്റ്റേജ് എന്ന് പറയുന്നതിന്റെ ഒരു പാരന്റൽ ഈഗോ സ്റ്റേജ് ആണ്. പാരന്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നതിന്റെ ഒരു സ്പെസിഫിക് ഐ ആം ദ പാരന്റ്, അല്ലേ? ഐ ആം ദ പേഴ്സൺ ടു കൺട്രോൾ യു. നിന്നെ നിയന്ത്രിക്കേണ്ട, നിന്നെ കൺട്രോൾ ചെയ്യേണ്ട, നിന്നെ നേർവഴിക്ക് നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഞാൻ. ഐ ആം യുവർ പാരന്റ് എന്നൊരു റോള് നമ്മൾ എടുക്കുക. അവിടെ നമുക്കൊരു കോൺഷ്യസ്നെസ് ഉണ്ട്, നമുക്കൊരു ഈഗോ സ്റ്റേറ്റ് ഉണ്ട്. ഐ ആം ഓക്കെ, യെസ്, അവിടെ അടിച്ചേൽപ്പിക്കുന്നുണ്ടാവും. ഐ ആം ഓക്കെ, ഏതൊരു പാരന്റിന്റെ ഉള്ളിലും ഉണ്ടാവും ഐ ആം ഓക്കെ എന്നുള്ളൊരു ഒരു മെന്റാലിറ്റി. യു ആർ നോട്ട് ഓക്കെ എന്നുള്ളത് ആ കുട്ടിയുടെ മുമ്പിൽ, അല്ലേ? എന്നിട്ട് നമ്മൾ കുട്ടിയുടെ പുറകെ പോയിട്ട് കറക്റ്റ് ചെയ്ത് കുട്ടിയെ കറക്റ്റ് ചെയ്യാനുള്ള, കുട്ടി ചെയ്യുന്ന പല കാര്യങ്ങളിലും ഇടപെട്ട് കുട്ടിയെ കറക്റ്റ് ചെയ്യാനുള്ള തത്രപ്പാടിലാണ് നമ്മൾ. എന്ത് ചെയ്താലും ഡോണ്ട് ഡു, അരുത്, ഇങ്ങനെയല്ല, അങ്ങനെയല്ല. ഈ ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് നമ്മൾ എവിടുന്നാ പഠിച്ചത്? നമ്മൾ പാരന്റിങ് പഠിച്ചിട്ടാണോ പാരന്റിങ് ചെയ്യുന്നത്? അല്ല, അല്ലേ? അപ്പൊ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എ ചൈൽഡ് നീഡ് കണക്ഷൻ, നോട്ട് കറക്ഷൻ. ഒരു കുട്ടിയുടെ ആവശ്യം എന്ന് പറഞ്ഞാല് ആ പാരന്റുമായിട്ടുള്ള, ആ മാതൃഹൃദയവുമായിട്ടുള്ള അല്ലെങ്കിൽ പിതൃഹൃദയവുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടോ? നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് നോക്കുക, എൻ്റെ കുട്ടിക്ക് ഞാനുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഒരു ഇമോഷണൽ, നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട് മക്കളോട്, തീർച്ചയായിട്ടും നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട്, നമുക്ക് ഇമോഷണൽ കണക്ഷൻസ് ഉണ്ട്. ഇമോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആയുധം മക്കളുടെ അടുത്ത്, അല്ലെ? ഇമോഷണൽ ആയിട്ടുള്ള ലാസ്റ്റ് ഒന്നുമില്ല, നമ്മൾ എടുക്കുന്ന ഒരു ആയുധമാണ് ഇമോഷൻ, അല്ലെ? പക്ഷെ കുട്ടിക്ക് എത്രമാത്രം നമ്മളോട് ഉള്ളിൽ സ്നേഹം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, എത്രമാത്രം നമ്മളുമായിട്ട് അറ്റാച്ച്ഡ് ആണ്, കണക്റ്റഡ് ആണ്. ഞാൻ പറഞ്ഞില്ല, കുട്ടിക്ക് വേണ്ടത് കണക്ഷൻ ആണ്, ഒരിക്കലും കറക്ഷൻ അല്ല. അപ്പൊ കണക്റ്റഡ് ആയിട്ടിരിക്കുമ്പോഴാണ് അവിടെ കറക്ഷൻ നടക്കുകയും ചെയ്യാം. കണക്ഷൻ എന്ന് പറയുമ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ സോഴ്സ് ആണ് നമ്മൾ, അല്ലേ? കുട്ടിയുടെ സോഴ്സ് നമ്മളാണ്. അപ്പൊ എപ്പോഴും നമുക്കൊരു സോഴ്സ് ഉണ്ട്. നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈൻ സോഴ്സാണ്. നമ്മുടെ ഉള്ളിലുള്ള ആൾ എപ്പോഴും നമ്മൾ ഡിവിനിറ്റിയോട് കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്ന പോലെ ആ ഡിവൈൻ കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സൃഷ്ടാവ് എന്ന് പറയുന്ന രക്ഷിതാവാ, അല്ലെ? നമ്മുടെ പാരന്റ് എന്ന് പറയുന്ന മനോഹരമായ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാല് രക്ഷിതാവാ. അങ്ങനെയാണെങ്കിൽ ലോകരക്ഷിതാവായിട്ടുള്ള ഒരാളെങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ ലോകരക്ഷിതാവിന്റെ ഒരു മൈൻഡ് സെറ്റ് എന്താ? അല്ലെങ്കിൽ ആ ലോകരക്ഷിതാവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കണക്ഷൻ, സുരക്ഷിതത്വം എന്താണ്? ആ സുരക്ഷിതത്വം, ആ കണക്ഷൻ, അല്ലെങ്കിൽ അത് നമ്മുടെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷിതാവായിട്ടുള്ള നമ്മളോട് കുട്ടിക്ക് കിട്ടുന്നുണ്ടോ? യെസ് ഓർ നോ?
അല്ലെങ്കിൽ അവരുടെ അടുത്ത് അൺകണ്ടീഷണലി നമ്മൾ എന്തൊക്കെ ചെയ്താലും പുറത്ത്, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും എന്നല്ല, നമ്മൾ തെറ്റ് ചെയ്ത് ഫൊർഗീവ്നെസ് ചോദിച്ച് കഴിഞ്ഞാൽ, മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തു തരുന്നവനാണ് നമ്മുടെ സൃഷ്ടാവ്, അല്ലേ? പക്ഷേ അതേപോലെ തന്നെ ഒരു അൺകണ്ടീഷണൽ ലവിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് നമ്മൾ മാറാറുണ്ടോ? എൻ്റെ കുട്ടിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, എൻ്റെ കുട്ടിക്ക് ഞാൻ കുട്ടിയെ കറക്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ കുട്ടിക്ക് ഞാനുമായിട്ടുള്ള കണക്ഷൻ എന്താണ്, അല്ലേ? നമ്മൾ ഈ കറക്ഷന് പോയി 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 കുട്ടി ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ കുട്ടി എല്ലാം പറയാൻ നമ്മുടെ അടുത്തേക്ക് വരും. ചെറുതായിരിക്കുന്ന സമയത്ത് കുട്ടികളുടെ, ഞാൻ പറഞ്ഞല്ലോ, അവരുടെ സോഴ്സ് നമ്മളാ, പാരൻസ് ആണ് അവരുടെ സോഴ്സ്. എന്ത് വിഷമം ഉണ്ടായാലും ഉമ്മ അല്ലെങ്കിൽ അമ്മയെ അല്ലെങ്കിൽ അച്ഛ അല്ലെങ്കിൽ ഉപ്പാന്ന് വിളിച്ച് ഓടി വരുന്ന മക്കള്, ആ മക്കളിലേക്ക് വേണ്ട സംരക്ഷണം കൊടുക്കാൻ ഒരു പക്ഷേ നമ്മളുടെ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാനസികാവസ്ഥ കൊണ്ടോ ചുറ്റുപാടുകൾ കൊണ്ടോ നിലവിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കണക്ഷൻ ബിൽഡ് ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് വലുതായി വരുമ്പോൾ നമ്മൾ പറയും, നമ്മൾ കംപ്ലൈന്റ് പറയും, കുട്ടി നീ എൻ്റെ അടുത്തേക്ക് പഴയ പോലെ വരുന്നില്ല, നീ എന്നോടൊന്നും തുറന്ന് പറയുന്നില്ല, നിനക്ക് കുറച്ച് സമയം എൻ്റെ അടുത്ത് ഇരിക്കാൻ സമയമല്ല, നിനക്ക് എപ്പോഴും ഫ്രണ്ട്സിനെ മതി, അല്ലേ? പക്ഷെ ഇത് വളർന്ന് വലുതായ ശേഷം നമ്മൾ പറയുന്ന പരാതിയാണ്. പക്ഷെ വളർന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു 4 വയസ്സ് 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സൊക്കെ ആകുന്ന സമയത്ത് കുട്ടിക്കും ഇതേ പരാതിയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ ബൂം ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അവരുമായിട്ട് കണക്റ്റഡ് ആവുന്നില്ല, അല്ലേ? ആ ഒരു പരാതി അവർക്കുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് കുട്ടികൾ എന്താവുന്നില്ല, പിന്നെ അവര് അന്വേഷിക്കാണ്, എവിടെ എനിക്ക് കണക്ഷൻ കിട്ടും, എനിക്ക് എവിടെ കണക്റ്റഡ് ആവാൻ പറ്റുക. ആ കണക്റ്റഡ് ആവുന്നിടത്ത് അവർ ഓപ്പൺ ആകും, നമ്മൾ പരാതിയിലും ആകും, എൻ്റെ കുട്ടി എന്നോട് കണക്റ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈ ഒരു പാരന്റിങ് കോച്ചിങ് പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാരന്റിങ് കോഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റൂല. ഒരു പാരന്റിങ് ഒരു പെർട്ടിക്കുലർ ഒരു കുട്ടിയെ വളർത്തുന്ന നമ്മുടെ മോഡേൺ സൈക്കോളജി ഒക്കെ പല രീതിയിൽ കുട്ടികളുടെ ബിഹേവിയറൽ പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് ഒരു ഫോർമാറ്റ് ഒക്കെ ഉണ്ടാക്കി, ഇന്ന ഏജിലുള്ള കുട്ടിയുടെ ഇന്ന പെരുമാറ്റത്തിന് ഇന്ന രീതിയിൽ പാരന്റ് ഇടപെടണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ ബിഹേവിയർ കുട്ടിക്ക് എവിടെ നിന്നുണ്ടായതാ? കുട്ടിയുടെ ജെനുവിൻ ആയിട്ടുള്ള, കുട്ടി ജനിച്ചപ്പോൾ മുതലുള്ള പ്യുവർ കോൺഷ്യസ്നെസ്സിൽ നിന്നും കുട്ടി ചുറ്റുപാടുകളാൽ, കുട്ടി മാത്രമല്ല നമ്മളടക്കം നമുക്ക് കിട്ടിയ പാരന്റൽ ഇൻഫ്ലുവൻസ്. ഈ പാരന്റൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനെ മാത്രം മുന്നിൽ കാണരുത്, നമ്മുടെ ബയോളജിക്കൽ പാരന്റ്സിനെ മാത്രം മുന്നിൽ കാണരുത്. അതായത് നമ്മൾ ആരിലൊക്കെ സ്വാധീനത്താൽ ആണോ, അത് ടീച്ചേഴ്സ് ഉണ്ടാകും, ചുറ്റുപാടുകൾ ഉണ്ടാവും, നേച്ചർ ഉണ്ടാവും, ഇതൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ നമ്മുടെ പാരന്റ്സാ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നമുക്കൊരു സ്പെഷ്യൽ പാറ്റേണിലൂടെ കുട്ടീനെ വളർത്താൻ പറ്റൂല. അവിടെയാണ് അല്ലെ എൻ്റെ ഒരു പാരന്റിങ് കോച്ചിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവിടെ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ആരിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ മെത്തേഡ്. അവിടെ നമുക്ക് കുട്ടിയുടെ കൂടെ ഈ പറയുന്ന പോലെ ഫ്രണ്ട് ആവാം, കൗൺസിലർ ആവാം, ഗൈഡ് ആവാം, എന്തും ആവാം. കാരണം കുട്ടി എന്താണ്, കുട്ടി യുണീക്കാ. കുട്ടീനെ മാത്രമല്ല, നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ എൻ്റെ ഈ ഫിംഗർ പ്രിന്റ് എനിക്ക് മാത്രമേ ഉണ്ടാവൂ. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് 2 കുട്ടി ഉണ്ടെങ്കിൽ അതൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ എന്നെ പറയല്ലേ, മൂത്തോന്റെ മാരിയേ അല്ല രണ്ടാമത്തോന്, മൂന്നാമത്തെ ഇളയ കുട്ടിയുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട. നമ്മൾ കുട്ടീനെ കമ്പയർ ചെയ്യൂലേ? കുട്ടി എന്ന് പറഞ്ഞാൽ 20 വയസ്സിൽ കൂടുതൽ കുട്ടികളെ നമുക്ക് ഇനി കിട്ടുമോന്നോ? ഞാൻ ചോദിക്കട്ടെ, ഈ ടൈപ്പ് ചെയ്യുന്ന ആളുടെ ഉള്ളിലൊരു കുട്ടിയില്ലേ? നമ്മൾ എത്രത്തോളം വലുതായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ചില സമയത്ത് ആശ്വാസം തേടി പോകാൻ ഒന്ന് പോയി തല ചായച്ച് കിടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇടല്ലേ? അപ്പൊ കുട്ടി എന്ന് പറയുന്നത്, കുട്ടി നമുക്ക് ഫിസിക്കലി കിട്ടുമോ എന്നുള്ളതല്ല, കിട്ടുന്ന സമയത്ത്, അല്ലേ? ഇനി കറന്റ്ലി കിട്ടുക എന്നുള്ളതും അല്ല, നമ്മുടെ ഇമോഷണൽ, നമ്മുടെ എനർജി കണക്ഷൻ ആണ് എപ്പോഴും പാരന്റ്സിന്. അതിലേക്ക് ഞാൻ വരാം. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, കുട്ടിയുടെ ഒന്നിലധികം കുട്ടികൾ ഉണ്ടെങ്കിൽ, ഞാൻ ഈ ഫിംഗർ പ്രിന്റ് പറഞ്ഞ പോലെ ആ സ്പെഷ്യൽ പാറ്റേൺ വെച്ചിട്ട് നമുക്കൊരു കുട്ടിയെ വളർത്താൻ കഴിയില്ല. അപ്പൊ മോഡേൺ സൈക്കോളജി ഒരു പക്ഷെ അവിടെ പരാജയപ്പെടുന്നുണ്ടാവും. കുട്ടിനെ അറിഞ്ഞ് അതിനനുസരിച്ചുള്ള ഒരു പാരന്റിങ് എന്ന് പറയുമ്പോൾ അവിടെ അല്ലെ ഈ ഫിംഗർ പ്രിന്റ് ഡിഫറെന്റ് ആവുന്ന പോലെ തന്നെ ഓരോ കുട്ടിയുടെയും ഇൻഡിവിജ്വാലിറ്റി ഡിഫറെന്റാ.
ഇന്റലിജൻസ് ഡിഫറെന്റാ, ഈ പേഴ്സണാലിറ്റി ഡിഫറെന്റാ. നമ്മൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിഫറെന്റാ, അല്ലേ? നമ്മൾ പറയാറില്ലേ തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പ വെച്ച് കയറാൻ പറ്റുമെന്ന് ചോദിക്കില്ല, പണ്ടുള്ളവർ പറയുന്നതാണ് തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പ പറ്റൂല എന്നുള്ളത്. അതേപോലെ എനിക്ക് 2 കുട്ടികളുണ്ടെങ്കിൽ രണ്ടാൾക്കും ഒരേ മെത്തേഡ്. അവിടെ നമ്മൾ പറയും ഓൻ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അനക്കെന്താ അങ്ങനെ ചെയ്തൂടെ, ഈ ഓനെ കണ്ടുപിടിക്ക്, അല്ലെ? ഇങ്ങനെ പറയല്ലേ നമ്മള്, പറയല് നോർമലി നമ്മൾ പറയാറുണ്ട്, ഞാനടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുവരെ ഞാൻ ചെയ്ത പാരന്റിങ്ങിൽ എന്തെങ്കിലും തെറ്റ് പറ്റി പോയിട്ടുണ്ടോ എന്നൊന്നും ചോദിച്ചാൽ നമ്മൾ വെറീഡ് ആവേണ്ട കാര്യമില്ല. കാരണം ലോകത്ത് കുട്ടിനെ വളർത്തിയവർക്കൊക്കെ പല രീതിയിൽ തെറ്റ് പറ്റിയിട്ടുണ്ടാകും. പക്ഷേ അവിടെ ആ തെറ്റ് പറ്റാനുള്ള കാരണം കുട്ടിയുടെ മാത്രം അല്ല, നമ്മൾ ഏത് മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതും കുട്ടിയോടുള്ള നമ്മുടെ പെരുമാറ്റത്തിന്, റിയാക്ഷന് ഒരു പരിധി വരെ, വീട്ടിലെ സാഹചര്യങ്ങൾ, മദർ ഇൻലോയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഹസ്ബൻഡുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലേ? ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ജോലിക്ക് പോകുന്നവരൊക്കെയാണെങ്കിൽ ജോബ് സ്ട്രെസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ആരും ചോദിക്കില്ല, കുട്ടികളൊന്നും അടിച്ചാല് ആരും ചോദിക്കില്ല. നമ്മളെ ഫ്രീഡം, നമ്മുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് നമ്മുടെ മക്കള്, അല്ലേ? അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന റീപാരന്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്ത പാരന്റിങ്ങിന് ഒരു റീപാരന്റിങ്. അപ്പൊ ആവശ്യം ഉണ്ട് എന്നുള്ള അവയർനെസ് ആണ് ആദ്യം വേണ്ടത്. കാരണം ഞാൻ ഇവിടെ ഒന്ന് കേട്ടിട്ടുണ്ട്, നമ്മൾ മക്കളോട് പറയുന്ന ഓരോ വാക്കുകളും, അല്ലെ, നമ്മൾ മക്കളോട് പറയുന്ന ഓരോ വാക്കുകളും സ്വന്തം മേൽവിലാസത്തിൽ എഴുതി പോസ്റ്റ് ചെയ്യുന്ന ഒരു കത്ത് പോലെയാണ്. മനസ്സിലായോ? മക്കളോട് പറയുന്ന ഓരോ വാക്കുകളും ഞാൻ എൻ്റെ അഡ്രസ്സ് തന്നെ എഴുതിയിട്ട് ഒരു കത്ത് എഴുതി ഞാൻ എനിക്ക് തന്നെ പോസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ് മക്കളോട് പറയുന്ന ഓരോ വാക്കുകളും. കാരണം ഇത് പോസ്റ്റലായിട്ട് ആർക്ക് തന്നെ കിട്ടുക? എനിക്ക് തന്നെയാ കിട്ടുക, മക്കൾക്കല്ല. മക്കൾക്ക് കിട്ടും, മക്കൾക്ക് കിട്ടിയിട്ട് മക്കൾക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനേക്കാൾ കൂടുതൽ എനിക്കാണ് അത് കിട്ടുക. മനസ്സിലാകുന്നുണ്ടോ? ഓരോരോ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് തന്നെയാണ് വാട്ട് യു ഗിവ് യു ഗെറ്റ് ബാക്ക്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും, അല്ലേ? അപ്പോ ആ എന്താ പറയാ, അപ്പൊ പാരന്റിങ്ങിലേക്ക് നമ്മൾ എടുത്തു വരുമ്പോ ശരിക്കും ഒരു പാരന്റിങ് പഠിക്കേണ്ടത്, നിങ്ങളിപ്പോ ഒരു പക്ഷേ പാരന്റ് എന്താ പറയാ, മക്കൾ ഒരുപാട് ഏജ് ആയിട്ടുള്ളവരുണ്ടാവും ഇവിടെ, ചിലപ്പോൾ മക്കൾ ഇല്ലാത്തവരുണ്ടാവും, ചിലപ്പോൾ മക്കൾ വളർന്നു വരുന്നവരുണ്ടാവും, ചില മക്കൾ ഒരു സ്റ്റേജ് എത്തി ഒരു 10-15 വയസ്സായവരുണ്ടാവും. പക്ഷെ ഈ പാരന്റിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു വിത്ത് നടുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതിയേ, നമുക്കൊരു വിത്ത് മുളപ്പിക്കണമെങ്കിൽ, അതിനൊരു വൻ മരമാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രൊസീജിയർ എവിടെങ്കിലും കൊണ്ടുപോയി ആ വിത്ത് നിക്ഷേപിക്കുക എന്നുള്ളതാണോ? യെസ് ഓർ നോ? നിങ്ങൾ പറഞ്ഞേ. എവിടെങ്കിലും കൊണ്ടുപോയി ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ വിത്ത് മണ്ണിൽ ഇടണം, വേണ്ടേ? ആ വിത്ത് ഇടുക എന്നുള്ളതാണോ? ആ ഒരു വൻ മരമാകാൻ വേണ്ടി നമുക്കൊരു വിത്ത് മണ്ണിൽ ഇടുക എന്നുള്ളതാണോ? ഫസ്റ്റ് നോ, അല്ല. അപ്പൊ അതിന്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ആ വിത്ത് ഇടേണ്ട, വിത്ത് വളരേണ്ട, വിത്തിനെ ഉൾക്കൊള്ളുന്ന മണ്ണിനെ നന്നാക്കി എടുക്കുക എന്നുള്ളതാ. ആ വിത്ത് വളരേണ്ട മണ്ണും അതിന്റെ ചുറ്റുപാടുകളും, അതല്ലെങ്കിൽ നമ്മൾ എവിടെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ വിത്തിലുള്ള മാലിന്യങ്ങൾ, മണ്ണിലുള്ള മാലിന്യങ്ങൾ വിത്തിലേക്ക് കയറുകയും, ഇനി ആ ചെടി വളരുമ്പോ തന്നെ, ഇല്ലേ, ചില വള്ളികളും ഒക്കെ ഉണ്ടെങ്കിൽ ആ വള്ളി പളർപ്പുകളൊക്കെ നിങ്ങൾ ആലോചിച്ചില്ലേ? കൃഷിയിടങ്ങളിലൊക്കെ നമ്മൾ കളകൾ പറിച്ചിട്ടില്ലെങ്കിൽ ആ കളകൾ ഇതിന് ആവശ്യമായ വളം കൂടി ആ കളകൾ വലിച്ചെടുക്കും. ഇനി അതല്ലെങ്കിൽ ചില വള്ളികളൊക്കെ ആണെങ്കിൽ അതിന്റെ മേലെ പടർന്നു കയറിയിട്ട് അതിനെ വളരാൻ സമ്മതിക്കാതെ താഴേക്ക് താഴേക്ക് കൊണ്ടുപോകും. ഈ മണ്ണാണ് നമ്മൾ പാരൻസ്, ഈ മണ്ണാണ് നമ്മൾ പാരൻസ്. അപ്പൊ ഒരു പാരന്റിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ വിചാരിക്കും, പലപ്പോഴും ഇവിടെ ഉള്ളവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും, എനിക്ക് കുട്ടി ഇല്ലല്ലോ, കുട്ടി ഇല്ലാത്തവരാണെങ്കിൽ, ഇനി കുട്ടി കൊച്ചു കുഞ്ഞാണെങ്കിൽ ഞാനിപ്പോ അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ടില്ല. അപ്പൊ ഈ മണ്ണ് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ മണ്ണിൽ എന്തെങ്കിലും അനാവശ്യമായ സംഗതികൾ ഉണ്ടെങ്കിൽ അത് പറിച്ച് കളയാതെ നമ്മൾ വിത്തിനെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ സംഭവിക്കുമെങ്കിൽ, ഈ മണ്ണാകുന്ന നമ്മൾ പാരൻസിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം?
ക്ലീൻ ചെയ്യണം. അതിലെന്താണ് അപ്പൊ ആ ഒരു ശരിക്കും എന്റെ പാരന്റിങ് കോച്ചിങ് എന്ന് പറഞ്ഞാല് ഒരു കുട്ടികളെ കുട്ടിക്ക് ഇങ്ങനെ ബിഹേവിയർ ഉണ്ടല്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്തോളി, കുട്ടി ഇങ്ങനെ കളിക്കുന്നുണ്ടല്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്തോളി, ആ ഒരു പാരന്റിങ് മെത്തേഡ് അല്ല. ഇനി ഈ വിത്ത് എത്ര വളർന്നിട്ടുണ്ട്, സോറി, ആ വിത്ത് മുളച്ചതാണെങ്കിലും മുളച്ചിട്ടില്ലെങ്കിലും അല്ലേ, അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാ, ആ വിത്തിന് വളരാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് മണ്ണിനെ വൃത്തിയാക്കുക എന്ന് പറയുമ്പോൾ ആ പാരന്റിനെ പാരന്റിന്റെ ഉള്ളിലുള്ള പല തരത്തിലുള്ള നമ്മുടെ ഇമോഷണൽ ബ്ലോക്കുകൾ ഉണ്ടാവും, നമ്മളെ സ്ട്രെസ് ഉണ്ടാവും, നമ്മളെ ചുറ്റുപാടുകൾ ഉണ്ടാവും, നമ്മുടെ ഹോം അറ്റ്മോസ്ഫിയർ ഉണ്ടാവും, നമ്മുടെ പാരൻസ് ഉണ്ടാവും. ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതാണ് നമ്മുടെ എന്റെ ഒരു പാരന്റിങ് കോച്ചിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ജസ്റ്റ് പാരന്റിനെ മാത്രം ചെയ്യാന്നുണ്ട് അപ്പുറത്തേക്ക്, സോറി മക്കളെ മാത്രം ചെയ്യാന്നുണ്ട് അപ്പുറത്തേക്ക് പാരന്റ്സിനെയും കൂടി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരന്റിനെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതും കൂടി എന്റെ ഫസ്റ്റ് പ്രൊസീജിയർ. സാധാരണയായിട്ട് നമ്മൾ കുട്ടികളുടെ അടുത്ത് എടുക്കുന്ന ഒരു ആയുധമുണ്ട് അല്ലേ, ഒരു നോർമൽ പാരന്റ് യൂസ് ചെയ്യുന്ന ആയുധം എന്താ? നിങ്ങൾ പറഞ്ഞു എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യുന്ന, നമ്മുടെ ഒരു കുട്ടികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പാരന്റ്സ് യൂസ് ചെയ്യുന്ന ഒരു ആയുധം എന്താ? ഇമോഷൻസ് ആണ്. നമ്മൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ, പക്ഷെ ഈ ഇമോഷൻസ് നമുക്ക് കിട്ടിയത് നമ്മുടെ പാരന്റ്സിൽ നിന്നല്ലേ, അല്ലേ? എന്നിട്ട് ചിലപ്പോ അത് അതേപോലെ തന്നെ നമ്മൾ എടുത്തിട്ട് ചിലപ്പോ നമ്മുടെ കുട്ടികൾക്ക്, നിങ്ങൾക്ക് ഒന്ന് അനലൈസ് ചെയ്താൽ മതി, നിങ്ങളുടെ പാരന്റിങ് സ്റ്റൈലിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ പാരന്റ്സിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കെയർ ഗിവേഴ്സിന്റെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളത്. കാരണം ഇതിങ്ങനെ തലമുറകളായിട്ട് അധികവും നമ്മളിങ്ങനെ ആ മക്കൾക്ക് കൊടുത്ത് ഇങ്ങനെ പോരാണ് നമ്മൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ള നമ്മൾ അറിയുന്നില്ല. ഇത് കുട്ടികള് നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ എവിടെ എല്ലായിടത്തും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് പറയുന്ന എല്ലാ സെഷൻസിലും, പാരന്റിങ് സെഷനിലും പറയുന്ന ഒരു കാര്യമാണ് കുട്ടികള് അനുകരിക്കുക ചെയ്യുക, അനുസരിക്കുക അല്ല എന്നുള്ളത്. നമ്മൾ പറയുന്ന ഒരു ന്യായീകരണം ഉണ്ട് അതിന്. എൻ്റെ പാരന്റ്സ് എന്നെ തല്ലിയാണ് പഠിപ്പിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത് അല്ലേ, എൻ്റെ പാരന്റ്സ് എന്നെ തല്ലി പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ. അതങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ സിൻസിയർ ആയിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പാരന്റ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ, നിങ്ങളെ പാരന്റ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ ഇപ്പോഴും അത് ഓർക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പെയിൻ നിങ്ങൾക്കുണ്ടോ? ഇനി ഇപ്പൊ നമ്മൾ പാരന്റ്സ് എന്നുള്ള രീതിയിൽ അവരെ അംഗീകരിച്ചാലും ആ സമയത്ത് നിങ്ങൾ പെയിൻഫുൾ ആയ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ പെയിൻഫുൾ ആയിട്ടുണ്ടോ? ആലോചിച്ചൊക്കെ, ഒരു രക്ഷിതാവ് എന്ന് പറയുന്ന രക്ഷിതാവിന്റെ കുട്ടി ഒരു വേദനയോടുകൂടിയാണ് ഓർക്കുക എന്ന് പറഞ്ഞാല്, നിങ്ങൾ നന്നാവാൻ വേണ്ടി മക്കളെ ഉപദേശിക്കുന്നു, അടിക്കുന്നു, വഴക്ക് പറയുന്നു, ഈ കുട്ടിയുടെ മൈൻഡില് എൻ്റെ ഉമ്മ എന്ന് പറയുന്നത് എന്നും എന്നെ വേദനിക്കുന്ന ഒരു ഓർമ്മയാക്കി ബാക്കിയാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉപ്പ എന്ന് പറയുന്നത് എന്നെ വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയായിട്ട് ബാക്കിയാവുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ലെഗസി എന്ന് പറയുന്നത് അല്ലേ? ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മളിങ്ങനെ തല്ലാതെ വേദനിപ്പിക്കാതെ നമ്മളിങ്ങനെ അവരെ കൊഞ്ചിച്ച് വഷളാക്കി അവര് വഷളായി പോകൂലേ എന്ന് ചോദിച്ചേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ഷനിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ ഓർക്കുന്നുണ്ടോ, നമ്മുടെ മക്കളെ ജനിച്ച ഉടനെ തന്നെ നമ്മൾ അവരെ നോക്കിയത് സത്യം പറഞ്ഞാൽ ഒരു ഗാർഡനെ സംരക്ഷിക്കുന്ന ഒരു ഗാർഡിയനെ പോലെ, അല്ലെങ്കിൽ ഒരു ഗാർഡനറെ പോലെയായിരുന്നു അല്ലെ? ആ മൃദുലമായ സോഫ്റ്റ് ആയ പൂവിനെ സംരക്ഷിക്കുന്ന ഒരു ഗാർഡിയൻ, അതില് പൂക്കളുണ്ട് അല്ലെ, തേനൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂവിനെ സംരക്ഷിക്കുന്ന പോലെ. പിന്നീട് എപ്പോഴോ ആ ഗാർഡിയൻ ആയുധങ്ങൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? പിന്നീട് നോക്കുകയാണെങ്കിൽ AK-47 പിടിച്ചു നിൽക്കുന്ന ഒരു പട്ടാളക്കാരനായി മാറിയിട്ടുണ്ടാവും പാരന്റ്സ്. അന്ന് കുട്ടി ചെറിയതായ സമയത്ത്, 1 വയസ്സായ സമയത്ത്, 2 വയസ്സായ സമയത്ത് കുട്ടിയുടെ വായിൽ നിന്നൊരു സാധനം ഇങ്ങനെ വരും, നമ്മളെന്താ പറയാ, നോക്കിയേ തേനൊലിക്കുന്ന കണ്ടോന്ന് പറയും അല്ലേ? ഇന്ന് ഒരു 15 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ കുട്ടിയുടെ വായിൽ നിന്ന് എന്താ വരിക എന്നുള്ളത്? തേനാണോ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? കാരണം നമുക്ക് നേരത്തെ പറഞ്ഞ കണക്ഷന് പകരം കറക്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ
അവിടെ എന്താണെന്നറിയോ, നമ്മള് എന്റെ കുട്ടി ഇന്നതാവരുത്, 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 ഇതും ആവരുത്, അതും ആവരുത്. ഈ ആവരുത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് പലപ്പോഴും എന്റെ കുട്ടിയെ കണ്ടിട്ടല്ല, മറ്റു പല കുട്ടികളെയും കണ്ടിട്ട് അങ്ങനെ ആവരുത്, അങ്ങനെ ആവരുത്, അങ്ങനെ ആവരുത്. അതിനിടയിൽ എന്താവണം എന്നുള്ളത് പലപ്പോഴും നമ്മൾ മറന്നു പോവാ, അല്ലേ? അവിടെ നമ്മുടെ ഫോക്കസെ കുട്ടിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളില് ആ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ആ ഒരു പിക്ചർ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമ്മുടെ മനസ്സിലൊരു പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേകിച്ചും പാരന്റൽ കണക്ഷനിൽ, കുട്ടികളുമായിട്ടുള്ള കണക്ഷനില് മാതാവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക പങ്കുണ്ട്, അല്ലേ? വളരെ എന്താ പറയാ, ഏറ്റവും വലിയ മാതാവിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാല് അത് വാക്കുകൾ കൊണ്ട് പറയുന്നത് ഒന്നും, ഉള്ളില് എപ്പോഴും ഈ കുട്ടിയെക്കുറിച്ചുള്ള ആങ്സൈറ്റി, കുട്ടിക്ക് അങ്ങനെ വരുമോ, അങ്ങനെ വരുമോ, അങ്ങനെ വരുമോ എന്നുള്ള ആ ഒരു ചിന്തയാണെങ്കിൽ ആ ചിന്ത പോലും ഒരു തരം പ്രാർത്ഥനയായിട്ട് മാറുന്നതാണ്. കാരണം ആ ചിന്തയ്ക്ക് പോലൊരു വൈബ്രേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് പാരന്റ്സിന്റെ വാക്കുകൾക്ക് മക്കളുടെ കേസിൽ അത്രയും പവർ കൊടുത്തിട്ടുള്ളത്. മാതാവിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുൾ ആണ്. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നും ചെയ്യരുത്, പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ പോലും എൻ്റെ കുട്ടിയെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ മാത്രം മതിയാവും ആ എനർജി കുട്ടിയിലേക്ക് പാസ് ചെയ്യാനും, കുട്ടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് കുട്ടി വളരാനും. അതാണ് ഒരു സ്പിരിച്വൽ പാരന്റിങ്. സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇറ്റ്സ് നോട്ട് റിലീജിയൻ ബേസിലല്ല, ഒരു സ്പിരിച്വൽ പാരന്റിങ്. അപ്പൊ ആ ഒരു കണക്ഷൻ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ കണക്ഷൻ കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്, അല്ലേ? അപ്പൊ ഈ കുട്ടി നമ്മളിലേക്ക് ഓടിവരവ് നിർത്തിയിട്ടുണ്ടാക്കാറ് കണക്ഷൻ പോയ സമയത്ത്. അവിടെയാണ് നമ്മൾ പറയാ പണ്ടത്തെ പോലെ ഒന്നുമില്ല, പണ്ടത്തെ പോലെ എന്നെ നോക്കുന്നില്ല, അല്ലെ എൻ്റെ അടുത്ത് വരുന്നില്ല. അന്ന് പലപ്പോഴും ഓടി വന്നപ്പോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുട്ടിയെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടാകും. കുട്ടിക്ക് ഒരുപക്ഷെ നമ്മൾ അപ്രോച്ചബിൾ ആവുന്നില്ല, അല്ലേ? ആ കുഞ്ഞു കുട്ടി, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മള് പ്രത്യേകിച്ചും മാതാവിന്റെ ഉദരത്തിൽ നിന്ന് നമ്മൾ പ്രസവിച്ച് അതേ കുട്ടി തന്നെ എത്ര വലുതായാലും മാറ്റൊന്നുമില്ല. കൈകൾ കുറച്ച് വലുതായി, കാലുകൾ കുറച്ച് വലുതായി, അല്ലെ, മുഖം കുറച്ച് വലുതായി, കുറച്ച് തടി വെച്ചു എന്നല്ലാതെ ബേസിക്കലി അതേ കുട്ടി തന്നെയാണ്. ആ കുട്ടിയുടെ ഞാൻ ഓർക്കുന്നുണ്ട്, പിന്നെ 7-ാം മാസത്തിലെങ്ങാനും ഒരു കുട്ടിയെ, അല്ലെ, പ്രീമച്ചുർ ആയിട്ട് ബർത്ത് കൊടുത്തിട്ട് എന്താ പറയാ, എൻ്റെ ഒരു ക്ലയന്റ് പറഞ്ഞൊരു സ്റ്റോറിയാണ്. ആ ബേബി ICUലായ സമയത്ത് ഡോക്ടർ പറഞ്ഞ ആ കുട്ടിക്ക്, ആ കുഞ്ഞിന് സർവൈവ് ചെയ്യാനുള്ള ഒരു മെഡിസിൻ എന്ന് പറയുന്നത് ഡോക്ടർ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ ഒരു ദിവസം തന്നെ പല തവണ ICUല് അമ്മേനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യായിരുന്നു, ആ കുഞ്ഞിന്റെ തലയിൽ ഇങ്ങനെ തലോടിക്കായിരുന്നു. ജസ്റ്റ് തലോടിയാൽ മതിയെങ്കിൽ അവിടെയുള്ള നേഴ്സസിന് തലോടിയാൽ മതി, ഡോക്ടേഴ്സിന് തലോടിയാൽ മതി. എന്തിനായിരിക്കും ഈ അമ്മേനെ തന്നെ കൊണ്ടുപോയിട്ട് കുഞ്ഞിന്റെ തലയിൽ തലോടിക്കുന്നത്? അപ്പൊ ആ തലോടലിൽ എന്തോ ഒരു എനർജി, എന്തോ ഒരു പവർ, എന്തോ ഒരു ഇന്റർ കണക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ടത് കൊണ്ടാണ്, കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് ആ ഒരു കരതല സ്പർശം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആകുന്നത്. അപ്പൊ ഈ കരം ഉപയോഗിച്ച് നമ്മൾ കുട്ടിക്കാലത്ത് ചെറിയ കുഞ്ഞിനെ നമ്മൾ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, ഇതേ കുട്ടി വലുതായ സമയത്ത് പിന്നീട് ഞാൻ കൈ ഉയർത്തിയത്, എൻ്റെ കുഞ്ഞിന് നേരെ കൈ ഉയർത്തിയത് എന്തിനാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, അല്ലേ? അന്ന് കുട്ടിക്ക് ഫീലിങ്സ് കിട്ടിയിട്ടുണ്ട്, കുട്ടിക്ക് കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുട്ടി വലുതായ ശേഷം കുസൃതികൾ ഒപ്പിക്കുന്ന സമയത്ത്, ആ സമയത്തും ഞാൻ എൻ്റെ കൈ ഉയർത്തിയിട്ടുണ്ട്, അല്ലേ? ആ സമയത്ത് ഞാൻ കൈകൾ ഉയർത്തിയപ്പോ എൻ്റെ ഉള്ളിലെ ഇന്റൻഷൻ എൻ്റെ കുട്ടി നന്നാവാനാണെങ്കിൽ പോലും എൻ്റെ കുട്ടിക്ക് ശിക്ഷ, എൻ്റെ കുട്ടിയെ ശിക്ഷിക്കണമെന്നായിരുന്നുവെങ്കിൽ, ആ ശിക്ഷ ലഭിക്കണമെന്ന എനർജി എൻ്റെ കുട്ടിലേക്ക് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അതൊരു പ്രാർത്ഥനയായി ഉയർത്തപ്പെടുകയും പിന്നീട് ആ ശിക്ഷ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ കുട്ടി അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. സംശയമില്ല അതിൽ. കാരണം സ്പർശിക്കുന്നത് മാതാവാണ്, അല്ലെങ്കിൽ പിതാവാണ്, അല്ലേ? മാതാ, പിതാ, ഗുരു, ദൈവം എന്നാണ്. അമ്മയ്ക്കും അച്ഛനും ഗുരുവിനും ദൈവത്തിന്റെ റോളാണ്, അല്ലേ? ഉമ്മ മദ്രസത്ത് എന്ന് പറയുമ്പോൾ ഉമ്മ എന്ന് പറയുന്നത് വെറും ഒരു 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 കുട്ടിക്ക് ചോറും കറിയും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാൾ മാത്രമല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഉമ്മ എന്ന് പറയുന്നത്.
ഒരു സ്ഥാപനമാണ് ഉമ്മ എന്ന് പറയുന്നത്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. മദ്രസ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറബി മീനിങ്ങിൽ എടുക്കേണ്ട, ഒരു സ്ഥാപനമാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഈ ഉമ്മയിലൂടെ അല്ലെങ്കിൽ കുട്ടിയിലേക്ക് കയറേണ്ട ഒരുപാട് കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ പല രീതിയിൽ, കുട്ടിന്റെ മാനസിക വളർച്ചക്കായാലും ശാരീരിക വളർച്ചക്കായാലും കുട്ടിയുടെ ബിഹേവിയറിനായാലും ഇത് എവിടുന്നാ വരേണ്ടത്? പാരന്റ്സിന്റെ അടുത്തുനിന്നാ വരേണ്ടത്, അല്ലേ? അപ്പൊ എന്റെ ഇന്റൻഷൻ, എന്റെ പ്രാർത്ഥന, ഞാൻ പല തവണ എന്റെ കുട്ടീന്റെ നേരെ എന്റെ മാനസികാവസ്ഥ കൊണ്ട് എനിക്ക് എന്റെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം എനിക്ക് കിട്ടിയ ഒരു പാരന്റിങ്ങിൽ നിന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അന്ന് ഒരു പക്ഷെ എന്റെ പാരന്റ് എനിക്ക് തന്ന ശിക്ഷയുടെ ഭാഗമായിട്ട് സ്റ്റിൽ ഞാൻ അതിലൂടെ ഗോ ത്രൂ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ മാനസികാവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് അവിടുന്ന് കിട്ടിയ ഒരു ശിക്ഷയാണെങ്കിൽ, ഇവിടെ ആരും പാരന്റ്സിനെ ബ്ലെയിം ചെയ്യാനൊന്നും പോകണ്ട കേട്ടോ. കാരണം അവർക്ക് കിട്ടിയത് അതിലും വലുതായിരിക്കും. പക്ഷെ നമുക്ക് ഈ ഒരു അവയർനെസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പാരന്റിങ് കോച്ചിങ്ങിൽ പ്രത്യേകിച്ചും ഒരിക്കലും മക്കളെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലൂടെ, മക്കളെ നിങ്ങൾ 1-ാം വയസ്സിൽ ഇങ്ങനെ, 2-ാം അങ്ങനെ ഒന്നുമല്ല, ഏത് ഏജിലായാലും നമുക്ക് നമ്മളുടെ ഒരു എനർജിയെ എലിവേറ്റ് ചെയ്തുകൊണ്ട് അതിലൂടെ കടന്നു പോകാൻ തീർച്ചയായിട്ടും നമ്മൾ മക്കളിലേക്ക് ആ ഒരു ഇതിൽ തന്നെ നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആ കുട്ടിയിലേക്ക് നിങ്ങൾ കൈ ചൂണ്ടുന്ന സമയത്ത്, കൈ ഉയർത്തുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള ഇന്റൻഷൻ കുട്ടിയിലേക്ക് ശിക്ഷയുടെ എനർജിയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ, ഞാൻ മാതാപിതാ ഗുരു ദൈവമാണെങ്കിൽ, ദൈവം എന്ത് ഇന്റൻഷൻ ആണോ കുട്ടിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, അത് ഒരു പക്ഷേ ആ ഡിവൈൻ എനർജി നമ്മുടെ കരങ്ങളിൽ ഉണ്ടെങ്കിൽ, ആ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു പ്രാർത്ഥന പോലെ ആയിരിക്കും നമ്മുടെ മക്കളിലേക്ക് പോകുന്നത്. കുട്ടി നന്നാവണം എന്ന് ആഗ്രഹിച്ചിട്ടാണെങ്കിൽ പോലും, കുട്ടിക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിച്ച ശിക്ഷയാണെങ്കിൽ ജീവിതകാലം മുഴുവനോ അല്ലെങ്കിൽ പല സമയത്തും, കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ മാതാവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയേക്കാൾ മക്കൾക്ക് എതിരായിട്ടുള്ള പ്രാർത്ഥനകളാണ് പെട്ടെന്ന് ഉയർത്തപ്പെടാണ്. അതേത് സ്റ്റേജിലായാലും, ഒരു പക്ഷെ അവരുടെ ലൈഫിൽ വലിയ പൊസിഷനിലൊക്കെ എത്തുന്നുണ്ടാവും, ഒരുപാട് പണമൊക്കെ കിട്ടുന്നുണ്ടാവും, എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു സമാധാനം കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെ, ഇവിടെ ആ കുട്ടിക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ, നമ്മുടെ മക്കൾക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ, നമ്മുടെ മക്കള് വലിയ പൈസക്കാരാവുക, വലിയ ജോലി നേടുക, അതൊന്നുമല്ല. നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഇന്റൻഷൻ എന്ന് പറയുന്നത് അവര് ലൈഫ് ലോങ് പീസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യുകയാണെങ്കിൽ, ഈ സമാധാനക്കേട് പക്ഷെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പാരന്റിങ് കോച്ചിങ്ങിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എലിമെന്റ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടിയ പാരന്റിങ്ങിന്റെ എലിമെന്റ്സ് എടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ ആ ഒരു സ്വാധീനം കൂടെ നിങ്ങൾ നമ്മുടെ കുട്ടിക്ക് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ പാരന്റ്സിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് പ്രാർത്ഥനയാണ്. കുട്ടിയോടുള്ള ഓരോന്നും നിങ്ങൾ പ്രാർത്ഥനയാണെന്ന് തന്നെ മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നേരത്തെ എന്താ പറയാ, പാരന്റൽ ഈഗോ സ്റ്റേജിൽ നിന്നുകൊണ്ട് നമ്മൾ പറയാറുള്ളത് എപ്പോഴും ഐ ആം ഓക്കെ എന്നാണെങ്കിൽ, ഞാൻ ഓക്കെ ആണ് നീ ഓക്കെ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം. അതായത് നമ്മൾ പലപ്പോഴും എന്താ പറയാറ് കുട്ടിയോട്, പഠിക്കണം, പക്ഷേ പഠിച്ചിട്ട് ഞാനോ ഇങ്ങനെ ആയിപ്പോയി, നീ എന്നെ പോലെ ആവരുത്. ഞാൻ ഓക്കെ ആണെങ്കിൽ പിന്നെ എന്നെ പോലെ ആയിക്കൂടെ കുട്ടിക്ക്? പക്ഷേ അങ്ങനെ പറയുന്ന ഒരു പാരന്റ് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, എന്നെപ്പോലെ ആവരുത് എന്ന് നിങ്ങൾ കുട്ടിയോട് പറയുന്ന സമയത്ത് നിങ്ങൾ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ വാക്കുകളിലൂടെ അല്ലാതെ കുട്ടിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. നീ എന്നെപ്പോലെ ആവരുത്, കാരണം ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, ഞാൻ അത്ര നല്ലതല്ല. അപ്പൊ എൻ്റെ കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്ന ഒരു മെസ്സേജ്, എൻ്റെ പാരന്റ്സ് അത്ര നല്ലതല്ലെങ്കിൽ, ഈ നല്ലതല്ലാത്ത പാരന്റ്സ് പറയുന്ന വാക്കുകളെ, ഒരു പരാജയപ്പെട്ടന്റെ വാക്കുകളെ ഞാൻ അത്ര ഫോളോ ചെയ്യേണ്ട കാര്യം ഉണ്ടോ? കുട്ടികൾ പോലും അറിയാതെ കുട്ടികളുടെ ഉള്ളില് നമ്മൾ കൊടുക്കുന്നത് ഒരു പരാജിതന്റെ വാക്കുകളാണ്. പക്ഷേ നമ്മൾ എന്നെപ്പോലെ ആവരുത് എന്ന് പറയുന്നത് ഇൻ ദ സെൻസ് നമ്മളുടെ എഡ്യൂക്കേഷന്റെ കുറവോ, നമ്മുടെ ആ ഒരു ഹൈ പ്രൊഫൈലൊക്കെ വെച്ചിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ട്, APJയുടെ ഉമ്മ, എഡിസന്റെ അമ്മ, തോമസ് ആൽവ എഡിസന്റെ ഉമ്മ.
ഒരു അമ്മ അല്ലെ, എഡിസന്റെ അമ്മയൊക്കെ എന്താ പറയാ, അവര് ഒരുപാട് എഡ്യൂക്കേഷൻ അല്ല, അവർ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടല്ല അവർ സ്മാർട്ട് പാരന്റ് ആയത്. പക്ഷെ നമ്മൾ സൂചിപ്പിക്കുന്നത് എഡ്യൂക്കേഷൻ പ്രൊഫൈൽ ആണെങ്കിലും കുട്ടിക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താണെന്നറിയോ? എൻ്റെ ഉമ്മ നല്ലതല്ല. ഇപ്പൊ കുട്ടികൾ പോലും അറിയാത്തൊരു മെസ്സേജ് പോകുമ്പോൾ നമ്മളും ഓരോ തവണ എന്നെ പോലെ ആവരുത് 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 എന്ന് പറയുമ്പോൾ കുട്ടിയോട് മാത്രല്ല, ഞാൻ എന്നോടും പറയുന്ന എൻ്റെ ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും ഞാൻ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, ഞാൻ പോരാ, ഞാൻ അത്ര പോരാ. അപ്പോ ആത്മവിശ്വാസത്തോടെ കുട്ടിക്ക് നമ്മളെ ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റുമോ? നമ്മൾ പറയാതെ പറയാണ് എന്നെ പോലെ ആവരുത് എന്നുള്ളത്. നമ്മൾ കുട്ടിയെ റോൾ മോഡൽ ആക്കൂല ഒരിക്കലും. സത്യല്ലേ? നമ്മുടെ അപ്പൊ ആദ്യം കുട്ടിക്ക് ഒരു ഉപദേശം കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ സെൽഫ് എസ്റ്റീം അല്ലെ, നമ്മുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ്, നമ്മളുടെ നിലവിലുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ എൻ്റെ കുട്ടിയെ നന്നാക്കി എടുക്കാം എന്ന ധാരണയിലാണ് നമ്മളെങ്കിൽ അത് നമ്മുടെ വലിയൊരു പരാജയമായിരിക്കും. കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റണം അല്ലെ, ഞാൻ നല്ലതാണ്, അല്ലെങ്കിൽ ഐ ആം ഗുഡ് ഇനഫ് എന്നുള്ള ധാരണയിൽ നിന്നുകൊണ്ട് കുട്ടിക്ക് അവിടെ എൻ്റെ കുട്ടീനെ ഉപദേശിക്കാനുള്ള അർഹതയുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമായിരിക്കും അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കുട്ടീനെ ഉപദേശിക്കുമ്പോഴായാലും കുട്ടിക്ക് റോൾ മോഡൽ കാട്ടിക്കൊടുക്കുവാനും കുട്ടിയെ ശിക്ഷിക്കാൻ കൈ ഉയർത്തുമ്പോഴാണെങ്കിൽ പോലും നമ്മളുടെ ഒരു റോൾ എന്താണ്, നമ്മൾ ആരാണ് എന്നുള്ള ഒരു റിയലൈസേഷൻ എന്നിലൂടെ കുട്ടിയിലേക്ക് പോകേണ്ട സംഗതി എന്താണ്, ഞാൻ ചിന്തിക്കുന്ന ഓരോ ചിന്തയും എൻ്റെ കുട്ടിയിലേക്ക് പോകുന്ന എനർജി എന്താണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവിടെ നമ്മുടെ ആ ഒരു പാരന്റിങ് എന്ന് പറയുന്നത് തന്നെ, നമ്മുടെ ഇന്റൻഷൻ എത്ര നല്ലതായാലും നമ്മൾ കൊടുക്കുന്ന എക്സ്പീരിയൻസ് കാര്യങ്ങൾ വെച്ചിട്ട് അതൊരു പരാജയമായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പലപ്പോഴും നമ്മുടെ സെൽഫ് എസ്റ്റീം, എൻ്റെ സെൽഫ് എസ്റ്റീം ഒരു പൊസിഷനിൽ വെച്ചിട്ടല്ലാതെ എപ്പോഴും എനിക്ക് കുറ്റബോധമാണെങ്കിൽ, ഞാൻ എൻ്റെ ലൈഫിലൊന്നും നേടിയെടുത്തിട്ടില്ല എന്നൊരു കുറ്റബോധത്തിലാണെങ്കിൽ നമുക്ക് ആ ഒരു കുട്ടീനെ ഉപദേശിക്കാനുള്ള ഒരു അർഹത ഉണ്ടെന്ന് പോലും നമുക്ക് തോന്നൂല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി കുട്ടിയെ വളർത്തും ഏത് സ്റ്റേജിലായാലും, നേരത്തെ പറഞ്ഞ റീപാരന്റിങ് ആയാലും ഏത് സ്റ്റേജിലാണെങ്കിൽ പോലും അല്ലേ, അതേത് സ്റ്റേജിലാണെങ്കിലും നമുക്ക് കുട്ടീനെ റീപാരന്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്കായാലും ആ രീതിയിലൊരു പാരന്റിങ് കിട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ആ ഒരു ആദ്യം ഞാൻ എന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത ശേഷം എൻ്റെ ഒരു സെൽഫ് എസ്റ്റീം ആയാലും എൻ്റെ കാര്യങ്ങളായാലും അത് കറക്റ്റ് ചെയ്ത ശേഷം ഞാൻ എൻ്റെ കുട്ടിക്കുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ഇന്റൻഷനിലേക്ക്, എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ഇതൊരു ഫൈനൽ മെസ്സേജ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ എന്നല്ല, എന്തെങ്കിലും പിന്നെ എന്താ പറയുക ഫീഡ്ബാക്കോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിലോ ഇനി പാരന്റിങ്ങുമായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം. പാരന്റിങ് കോച്ചിങ്ങുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലൊരു കോണ്ടാക്ട് നമ്പർ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ പാരന്റിങ്ങുമായിട്ടോ അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പുമായിട്ട് എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഓക്കെ ആണോ? സെഷൻ ഓക്കെ ആണോ? നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണോ? ഇപ്പൊ നിങ്ങളൊരു ഈ ഒരു സമയം ഇവിടെ സ്പെൻഡ് ചെയ്തത് നിങ്ങൾ വേർത്തിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? വേണമെങ്കിൽ എനിക്ക് എന്താ പറയാ അൺമ്യൂട്ടിംഗ് ഓപ്ഷൻസ് ഉണ്ട്. താങ്ക് യു. വീണ്ടും ഞാൻ പറയാണ്, നമ്മുടെ ഒരു കോണ്ടാക്ട് നമ്പർ ഇവിടെ ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലാസ്റ്റ് മെസ്സേജ് എന്ന് പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന ഓരോന്നും, നമ്മളെ മക്കളെ കുറിച്ചുള്ള ഓരോ ചിന്തയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും നമ്മുടെ ആ ഒരു മണ്ണ് വൃത്തിയാക്കി വരുമ്പോഴാണ് അതിൽ വളരുന്ന നമ്മുടെ മക്കള് എപ്പോഴും എന്താവുക, അതിന്റെ കൃത്യമായ രീതിയിൽ അവർ ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ. അപ്പൊ മേലെ നിന്ന് കിട്ടുന്ന സൂര്യപ്രകാശത്തിന് തുല്യമാണ് മക്കളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോ ചിന്തകളും ഓരോ പ്രാർത്ഥനയും.
അത് എത്രത്തോളം പോസിറ്റീവ് ആയിട്ടിരിക്കുക, ആൻസൈറ്റിയിൽ നിന്നുകൊണ്ടാണോ, സ്ട്രെസ്സിൽ നിന്നുകൊണ്ടാണോ, അല്ലെങ്കിൽ എന്താ പറയുക ടെൻഷനിൽ നിന്നുകൊണ്ടായിരിക്കണോ എന്നൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ വേറെ എന്തെങ്കിലും പേഴ്സണൽ കൺസേൺസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത്രയും സമയം എന്നെ കേട്ട് നിന്നതിന് താങ്ക് യു സോ മച്ച്. വീഡിയോയിലുണ്ട് അഞ്ജന മാം, ഗഫൂർക്ക, പിന്നെ ജൂപ്പിറ്ററിന് കാണുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും സമയം എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിന്. ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ, പിന്നെ യൂട്യൂബ് ലിങ്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ എന്നെക്കുറിച്ച് ഉള്ള പാരന്റിങ്ങിനെ കുറിച്ച് ആലോചിക്കുക എന്നല്ലേ ഐഫോണ്, അതാണ്. അത് ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പാരന്റ്സിനെ ബ്ലെയിം ചെയ്യാനോ എനിക്ക് കിട്ടിയ പാരന്റിങ് ഇങ്ങനെയാണല്ലോ അതൊന്നും ആലോചിച്ച് നിങ്ങൾ പോകുമൊന്നും വേണ്ട കേട്ടോ. അപ്പൊ അതിലൊക്കെ എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തെറ്റായ രീതിയിൽ നമ്മൾ അതിനൊന്നും ഡിഫൈൻ ചെയ്യാൻ ഒന്നും പോണ്ട. അപ്പൊ അതിലെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. താങ്ക് യു. അപ്പോ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ അല്ലേ? ഇപ്പൊ ഗ്രൂപ്പിൽ തന്നെ സ്റ്റേ ചെയ്യാം. ഗ്രൂപ്പിൽ ഞാൻ ഇതിന്റെ ഒരു എന്താ പറയാ റെക്കോർഡിംഗ് ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഇതിന്റെ കണ്ടിന്യൂസ് സെഷൻസ് കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു മിനിറ്റ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഇപ്പോഴല്ല, ഇപ്പൊ നമുക്ക് അതിൻ്റെ ഒരു സമയം കൂടി ഇല്ല. അതുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ചോദിക്കാവുന്നതാണ്. ഓക്കെ. സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.